എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാട വറുത്തത് അല്ലെങ്കിൽ കോയിൽ ഫ്രൈ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ 1000 കോഴിക്ക് അരക്കാട എന്നല്ല പറയാ, അത്രയും ഗുണങ്ങളോട് കൂടി ഇതാണ് കാട എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കാട വറുത്തത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കാട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പറയണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ അളവിലാണ്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് മുറിച്ചെടുത്തിട്ടില്ല, ഇതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കാട എന്ന് പറയുമ്പോൾ മുറിച്ചൊക്കെ എടുക്കുമ്പോൾ ചെറിയ പീസസ് ആയിരിക്കുമല്ലോ, അപ്പോൾ മുഴുവനോട് കൂടി തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക, കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് വരില്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 6-7 ചെറിയുള്ളി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി. ഇതിപ്പോൾ ചെറിയ അല്ലിയായ കാരണമാണ് ഞാൻ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരാണെങ്കിലും ഉപയോഗിക്കാം, പുളിക്കനുസരിച്ച്. പുളി കൂടിപ്പോരുത് ഒരിക്കലും. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ച്. ഇനി ഒരു 1/2 ടീസ്പൂണോളം അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമല്ലോ മസാല തേക്കണ ആ ഒരു സമയത്ത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ വേണ്ട. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുതൽ ഒരു 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇവിടെ തണുപ്പായ കാരണമാണ് വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുന്നത്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് മസാല ഇരിക്കുന്നത്, അത് കാരണമാണ് വെള്ളം ചേർക്കുന്നത്. പക്ഷേ ഒരുപാട് ലൂസായിട്ട് മാറരുത് മസാല, വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് തന്നെ ചേർത്താൽ മതി. ഇതിപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കാടക്കോഴിയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മതി മസാല, അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ഈ മസാലയിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒന്നില്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ കോൺഫ്ലോർ, ഏതെങ്കിലും ഒന്ന് തന്നെ മതി. അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വരും. അതുപോലെ കടലമാവ് ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടലമാവാണെങ്കിലും കോൺഫ്ലോർ ആണെങ്കിലും ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ തന്നെ മതി കേട്ടോ. ഇനി നന്നായിട്ട് എല്ലാവിടെയും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. മസാല നന്നായിട്ട് തന്നെ പിടിച്ച് വരണം, അപ്പോഴായിരിക്കും ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. എല്ലാത്തിലും ഇതുപോലെ തന്നെ ഞാനൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. അപ്പോൾ മസാല തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ തന്നെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്രയ്ക്കൊന്നും ടേസ്റ്റി ആയിട്ട് വരില്ല, മസാലയൊന്നും തീരെ പിടിക്കില്ലല്ലോ ഉള്ളിലേക്കൊന്നും. അതുപോലെ ഈ മസാല കാടക്കോഴിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് ആ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. ഉപ്പോ അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഞാൻ നല്ലപോലെ എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു 2 മണിക്കൂറോളം സമയം മാറ്റി വെക്കുകയാണ്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. ഓവർനൈറ്റ് ഒക്കെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് തന്നെ മസാല ഇതിൽ പിടിച്ച് കിട്ടും. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കണതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അപ്പോൾ നല്ലൊരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച കാട ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം. അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ വലിയ പീസായ കാരണം നമുക്കിപ്പോൾ ഒരെണ്ണൊക്കെയാണ് ഈ ഒരു പാനിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നോരോന്ന് ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ
തിരിച്ചിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത അപ്പോൾ തന്നെ ഒരിക്കലും ഇത് തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ഈ മസാലയൊക്കെ എണ്ണയിലേക്ക് സ്പ്രെഡ് ആവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ കാട എന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. പിന്നെ ഇതൊക്കെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ബോൺസൊക്കെ അടക്കം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അധികം ബോൺസൊന്നും കളയേണ്ടിയൊന്നും വരില്ല. അത്രയ്ക്ക് നന്നായിട്ട് തന്നെ വരുമല്ലോ ഇത് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ. പിന്നെ ഒരുപാട് അങ്ങോട്ട് ഹാർഡാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ പിന്നെ മീറ്റൊക്കെ ഒരുപാട് ഹാർഡായിട്ട് തന്നെ മാറും. എന്നാലും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഇത് വരും. കാടയുടെ മീറ്റ് പോലെ തന്നെ ഇതിൻ്റെ മുട്ടയും വളരെയധികം ഗുണങ്ങളുള്ളതൊക്കെ തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാവുന്നത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയ സമയത്താണ് ഇപ്പോൾ കാടക്കോഴിയൊക്കെ ഇതുപോലെ അവൈലബിൾ ആവണത്. അതുപോലെ ടർക്കി പിന്നെ താറാവൊക്കെ സാധാരണ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവാറില്ല കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതും കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാടിയും ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നോട്ടെ. അത്യാവശ്യം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കുന്നുണ്ട്. എന്നിട്ട് അതായിട്ടൊന്ന് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇതും റെഡി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം ഞാൻ ഇനിയിപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുത്തത് റോസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. സാധാരണ ഇപ്പോൾ ചിക്കൻ റോസ്റ്റൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ മസാല തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം. ഇപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവർ തന്നെ ഇതിന് കിട്ടും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഒരുപാട് അങ്ങോട്ട് കുറേ സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കറിവേപ്പിലെല്ലാം നന്നായിട്ട് കോരി മാറ്റുക. പക്ഷേ കറിവേപ്പില ക്രിസ്പി ആയിട്ട് വരണമെന്ന് മാത്രം. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 പച്ചമുളക് ഇതുപോലെ നെടുകെ മുറിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ പച്ചമുളകിൻ്റെ ഒരു പച്ച കളർ മാറേണ്ട ആവശ്യമില്ല. എണ്ണയിൽ ഇട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പച്ചമുളകൊക്കെ ഫ്രൈ ആയിട്ട് വരുമല്ലോ. ഇനി ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് കറിവേപ്പില ഇട്ട അതിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു സോസ് തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ നന്നായിട്ട് തന്നെ വരും. പക്ഷേ ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെളുത്തുള്ളി മാത്രം മതി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണ വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ അളവിൽ, അതായത് ചതച്ച മുളക്. അത് നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി സോസാണ്. ഇതിപ്പോൾ ചില്ലി ഗാർലിക് സോസാണ്. ഇതിനിപ്പോൾ അധികം എരിവൊന്നുമില്ല. അത് കാരണം തന്നെ ഞാൻ ഇതിലേക്കൊരു 3 ടീസ്പൂണോളം അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ചും എരിവിലൊക്കെ വ്യത്യാസം വരും. ഇതിപ്പോൾ അധികം സ്പൈസി ആയിട്ടുള്ള ചില്ലി സോസ് അല്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്ര ചേർക്കണത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില്ലി സോസ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരുപാട് അളവിൽ വേണ്ട. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. ഒരുപാട് അളവിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം വരും. അപ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനനുസരിച്ച് അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ചില ടൊമാറ്റോ കെച്ചപ്പിന് കുറച്ച് പുളി കൂടുതലായിരിക്കും, ചിലതിന് മധുരം കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാട ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ വലിയ പീസസ് ആയി കാരണം മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും എല്ലാവരുടെയും ഈ ഒരു സോസ് ഒന്ന് കോട്ടായിട്ട് വന്നോട്ടെ.
അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും തന്നെ കൊടുക്കും. വെറുതെ ഫ്രൈ ചെയ്തെടുക്കണേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഇതുപോലെ സോസ് തയ്യാറാക്കിയിട്ട് അതിലിട്ടിട്ട് അങ്ങനെ കഴിക്കണം ഒരു സമയത്ത്. അതുപോലെ കാട ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ മുഴുവനോട് കൂടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാനും കുറച്ചും കൂടി നന്നായിരിക്കും. ഇപ്പോൾ നമ്മളിത് പീസസ് ആക്കി എടുക്കുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിരിക്കുമല്ലോ ഓരോ പീസസ് എന്ന് പറയണതും. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കാട വറുത്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാട ഫ്രൈയുടെ റെസിപ്പി തന്നെയാണ് ഇത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. അതുപോലെ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്രിസ്മസ് റെസിപ്പീസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിംഷാസ് കിച്ചണിൽ കയറി നോക്കിയാൽ മതി. ക്രിസ്മസ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.